students, welcome back to another class by Alpha Tutor. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫിസിക്സ് ചാപ്റ്റർ 9 ആയിട്ടുള്ള ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷനിന്റെ ന്യൂമറിക്കൽസ് ആണ്. ഞാൻ ക്ലാസ് അതായത് ഇതിന്റെ പോയിന്റ്സ് പറഞ്ഞ സമയത്ത് ഇതിന്റെ ന്യൂമറിക്കൽസ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന 9.1 എക്സാമ്പിൾ ആണ്. A constant force acts on an object of mass 5 kg for a duration of 2 seconds. It increases the object's velocity from 3 meter per second to 7 meter per second. Find the magnitude of the applied force. Now, if the force was applied for a duration of 5 seconds, what would be the final velocity of the object? എന്തെങ്കിലും മനസ്സിലായിരുന്നോ? അതായത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാസ് എത്രയാണ്? 5 കിലോ. 5 കിലോ മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? എത്രയോ ഒരു എമൗണ്ട് ഫോഴ്സ് കൊടുത്ത സമയത്ത് അത് എന്ത് ചെയ്തു? ഒരു 2 സെക്കൻഡ്സ് അത് നീങ്ങി അല്ലെ, 2 സെക്കൻഡ്സ് അത് മൂവ് ചെയ്തു. അപ്പോൾ ഇറ്റ് ഇൻക്രീസസ് ദി ഒബ്ജക്റ്റ് വെലോസിറ്റി ഫ്രം 3 മീറ്റർ ടു 7. അപ്പോൾ അതിന്റെ ആദ്യത്തെ വെലോസിറ്റി എന്തായിരുന്നു? 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സെക്കൻഡ് വെലോസിറ്റി, സോ സെക്കൻഡ് ആണ്, സോറി കേട്ടോ, സെക്കൻഡ് ആണ്. എന്ത് ചെയ്തു? ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും 2 സെക്കൻഡ്സ് നീങ്ങിക്കൊണ്ടത് എന്ത് ചെയ്തു? അത് 7 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി അറ്റൈൻ ചെയ്തു. എങ്കിൽ എത്ര ഫോഴ്സ് കൊടുത്തു എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണെന്ന് അറിയാം. പക്ഷെ ഇവിടെ ആക്സലറേഷൻ തന്നിട്ടില്ല അല്ലേ ക്വസ്റ്റ്യനിൽ. പക്ഷേ എന്താണ്, നമ്മൾ മറ്റേ പ്രീവിയസ് മോഷൻ ചാപ്റ്റർ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു എന്താണ്? ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ഫൈനലും തന്നിട്ടുണ്ട്, ഇനിഷ്യലും തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ഫോഴ്സ് എത്രയും തന്നിട്ടില്ല, പക്ഷെ മാസ് എത്രയും തന്നിട്ടുണ്ട്? മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു 5 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. ടൈം ടേക്കൺ എത്രയായിരുന്നു? 2 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? u ഇസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ഫൈനൽ എന്തായിരുന്നു? v ഇസ് ഈക്വൽ ടു 7 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇനി a is equal to v minus u by t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഫോഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാം. സോ f is equal to m into എയുടെ സ്ഥാനത്ത് എന്ത് എഴുതാം? v minus u by t എന്ന് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 5 into 7 minus 3 by 2 എന്ന് കിട്ടും. is equal to എന്ത് കിട്ടും? 5 into 7 minus 3 എത്രയാണ്? 4 by 2 is equal to 5 into 2. 4 by 2 എന്താണ്? 2 അല്ലേ. സോ 5 into 2 is equal to 10 ന്യൂട്ടൺ എന്ന് കിട്ടി അല്ലേ. സോ ഇവിടെ എത്ര ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത്? ഫോഴ്സ് അപ്ലൈഡ് ഇസ് 10 ന്യൂട്ടൺ ആണെന്ന് മനസ്സിലായി അല്ലേ. സോ ഇനി ബാക്കി പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ എന്താണ്? Now if the force was applied for duration of 5 seconds, അപ്പോൾ 2 സെക്കൻഡ് ഉള്ളത് മാറി എത്ര ആയിട്ട് മാറി? 5 സെക്കൻഡ് ആയിട്ട് മാറി. എങ്കിൽ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി, ഇപ്പൊ സെക്കൻഡ്സ് മാറുമ്പോൾ എന്താണ്? ഫൈനൽ വെലോസിറ്റി മാറും. എങ്കിൽ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. സോ മാസ് മാറുന്നുണ്ടാവില്ല. ടൈം എന്തായിട്ട് മാറി? 5 സെക്കൻഡ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി 3 ആണ്. നമുക്ക് ഇവിടെ എത്രയാണ് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് എന്ത്? സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ. സോ നമുക്ക് സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് വാട്ട് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ദ വെലോസിറ്റി? നമ്മൾ മോഷനിൽ പഠിച്ചിട്ടുണ്ട്. v is equal to u plus 80 ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്തില്ല? ആക്സലറേഷൻ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പറഞ്ഞു f is equal to ma ആണെന്ന് പഠിച്ചു. സോ വാട്ട് ഈസ് ആക്സലറേഷൻ? a is equal to f by m എന്നുള്ള ന്യൂ ഇക്വേഷൻ നമുക്ക് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? എയുടെ സ്ഥാനത്ത് എന്ത് ഇടാം? f by m. ഫോഴ്സ് എത്ര തന്നിട്ടുണ്ട്? നമുക്ക് ഫോഴ്സ് ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഫസ്റ്റ് ലൈൻ ഓഫ് ദി ഇക്വേഷൻ തന്നെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? നമുക്ക് മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും, മാറുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? v is equal to u എന്തായിരുന്നു? 3 പ്ലസ് എയുടെ സ്ഥാനത്ത് എന്തായിരിക്കും? f by m ഇൻറ്റു ടി എന്ന് കിട്ടും. അപ്പൊ എന്ത് വരും? 3 പ്ലസ് ഫോഴ്സ് എന്തായിരുന്നു? 10 ന്യൂട്ടൺ ആണ് ബൈ 3 മാസ് എത്രയാണ്? 5 ഇൻറ്റു ടൈം എത്രയാണ്? ടൈം ചേഞ്ചസ് ടു 5 സെക്കൻഡ്. സോ ഈ 5ഉം ഈ 5ഉം കട്ട് ചെയ്ത് പോകും. അപ്പൊ എന്ത് വരും? 3 പ്ലസ് 10 ഇസ് ഈക്വൽ ടു എന്താണ്? 13 മീറ്റർ പെർ സെക്കൻഡ് ആണ് ടൈം ചേഞ്ച് ചെയ്തിട്ടുള്ള പുതിയ വെലോസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. നമുക്ക് ഇനി എക്സാമ്പിൾ 9.2 ചെയ്ത് നോക്കാം. എന്താണ് 9.2? Which would require a greater force
accelerating at 2 kilogram mass at 5 meter per second square or a 4 kilogram mass at 2 meter per second square. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? രണ്ട് ഒബ്ജക്റ്റ് എടുത്തു. എന്താണ്? എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് എടുത്തു, ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എടുത്തു. എന്താണ് എയുടെ മാസ് എന്ന് പറയുന്നത്? 2 കിലോഗ്രാം ആണ് മാസ് ഓഫ് എ എന്ന് പറയുന്നത്. സോ അതിന്റെ ആക്സിലറേഷൻ എന്താണ് തന്നിരിക്കുന്നത്? എ ഈസ് ഈക്വൽ ടു 5 meter per second square എന്നും പിന്നെ എന്താണ് ബിയുടെ മാസ് എത്രയാണ്? ബി ഈസ് ഈക്വൽ ടു 4 kg മാസ് ആണെന്നും അതിന് ആക്സിലറേറ്റിംഗ് എത്ര വേണം? 2 meter per second square ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനാണോ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിനാണോ കൂടുതൽ ഫോഴ്സ് വേണ്ടത്? അതായത് 2 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന് 5 meter per second square ആക്സിലറേഷൻ അറ്റൈൻ ചെയ്യാനാണോ അതോ 4 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന് 2 meter per second square അറ്റൈൻ ചെയ്യാനായിരിക്കും ഫോഴ്സ് കൂടുതൽ വേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഫോഴ്സ് സിമ്പിൾ ആണ്. എന്താണ്? എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. സോ മാസ് എന്താണ്? 2 × 5 ആണ്. ഇസ് ഈക്വൽ ടു എന്താണ്? 10 ന്യൂട്ടൺ ആയിട്ട് കിട്ടും. ബിയിലാണെങ്കിലോ ബി എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. മാസ് എന്താണ്? 4 × ആക്സിലറേഷൻ എന്താണ്? 2 ആണ്. ഇസ് ഈക്വൽ ടു 4 × 2 8 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ 10 ആയിരിക്കും 8 ആണോ വലുത്? 10 ആയിരിക്കും വലുത്. സോ ആർക്കാണ്? എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വിത്ത് 2 കിലോഗ്രാം ഓഫ് വെയിറ്റ് 5 meter per second square ആക്സിലറേഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കുറച്ച് കൂടുതൽ ഫോഴ്സ് വേണ്ടത്. സോ ആക്സിലറേഷൻ കൂടുമ്പോൾ എന്തും കൂടും? ഫോഴ്സ് നീഡഡും കൂടി വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? നമുക്കിനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ആ മോട്ടോർ കാർ ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 108 km/h and it takes 4 seconds to stop after the brakes are applied. Calculate the force exerted by the brake on the motor car if its mass along with the passengers is 1000 kg. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഒരു മോട്ടോ കാർ, അപ്പൊ ഒരു കാർ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഒരു കാർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ടാവും? കാറ് അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 108 km/h ആണ്. And it takes 4 seconds to stop after the brake are applied. എന്താണ്? ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിന് ടൈം എത്ര എടുക്കും? 4 സെക്കൻഡ് എടുക്കും അത് സ്റ്റോപ്പ് ആവാനായിട്ട്. അപ്പോൾ സ്റ്റോപ്പ് ആകുന്നത് എന്തായിരിക്കും? അതിന്റെ ഫൈനൽ വെലോസിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും അല്ലേ? സ്റ്റോപ്പ് ആകാൻ നിൽക്കില്ല. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 108 km/h ഓടിക്കൊണ്ടിരുന്ന കാറ് 4 സെക്കൻഡ് കൊണ്ട് നിന്നു. അപ്പം ഫൈനൽ വെലോസിറ്റി എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ബിക്കോസ് ഇറ്റ് കെയിം ടു റെസ്റ്റ് ആയിരിക്കും അല്ലേ? പിന്നെ എന്താണ്? കാൽക്കുലേറ്റ് ദി ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദി ബ്രേക്ക്. അപ്പം എന്താണ്? എത്ര ഫോഴ്സ് ആ ബ്രേക്കിന് ഈ ഒരു കാറ് കൊടുക്കേണ്ടി വന്നു? അതിന്റെ മാസ് എന്താണ്? കാറിന്റെ മാസ് പാസഞ്ചറിന്റെ മാസും കൂടി ഉൾപ്പെടെ മാസ് ഓഫ് ദി കാർ ഇസ് ഈക്വൽ ടു 1000 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫോഴ്സ് ആണ് ഇവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലേ? സോ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ് യൂണിറ്റ്സ്. നമുക്ക് എല്ലാത്തിൻ്റെയും യൂണിറ്റ് എന്തായിരിക്കണം? SI യൂണിറ്റിലായിരിക്കണം. അതായത് മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്, ടൈമിന്റെ സെക്കൻഡ് ആണ്. പക്ഷെ എന്താണ്? വെലോസിറ്റിയുടെ SI യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇനിഷ്യൽ വെലോസിറ്റിനെ എന്താക്കണം? നമ്മൾ km/h മാറ്റി എന്താക്കണം? മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ വാട്ട് ഇസ് 108 km/h എന്ന് പറയുന്നത്? അതായത് 108 കിലോമീറ്റർ അത് 1 അവറിൽ പോയി എന്നാണ് അർത്ഥം. സോ 108 km/1 hour എന്നാണ് ഇതിന്റെ അർത്ഥം. പെർ അവറിന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? കിലോമീറ്ററിന് ആരായിട്ട് കൺവേർട്ട് ചെയ്യണം? കിലോമീറ്റർ ഷുഡ് ബി കൺവേർട്ടഡ് ടു മീറ്റർ. അതുപോലെ തന്നെ അവറിന് എന്തിലോട്ട് ആക്കണം? സെക്കൻഡിലോട്ട് ആക്കണം. സോ എന്താണ്? കിലോമീറ്ററിലെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻറ്റു ആര് ചെയ്യും? 1000 ചെയ്യുന്നുണ്ടാവും അല്ലെ? ഇൻറ്റു 1000 ആയിരിക്കും. അതുപോലെ തന്നെ ഹവറിനെ സെക്കൻഡിലോട്ട് ആക്കാനോ? ഇൻറ്റു 60 × 60 ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെ കിട്ടും? ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 108 × 1000 ബൈ എന്താണ്? 60 × 60 ആയിട്ട് കിട്ടുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 0 ഉം 0 ഉം ക്യാൻസൽ ആയിട്ട് പോകുന്നുണ്ടാവും. പിന്നെ എന്താണ്? നമ്മുടെ 6 ടൈംസ് 6 5 നോക്കുമ്പോൾ 2 മൾട്ടിപ്ലൈയിൽ 5 കിട്ടും. അതുപോലെ തന്നെ 3 കിട്ടുന്നുണ്ടാവും. 108 3 നോക്കുമ്പോഴോ 108 3 നോക്കുമ്പോൾ 36 ആയിരിക്കും. ആൻഡ് 6ൽ എത്ര വട്ടം 36 പോവും? 6 ടൈംസ് പോകുന്നുണ്ടാവും. ഇസ് ഈക്വൽ ടു എന്താണ്? 6 × 5 എന്നാണ് അവസാനം കിട്ടുന്നത്. വാട്ട് ഇസ് 6 × 5? 30 m/s ആണ് നമ്മൾ
108 km/h കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഇനിഷ്യൽ വെലോസിറ്റി ആരായിട്ട് മാറുന്നു? 30 m/s ആയിട്ട് മാറുന്നു. നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? ഫോഴ്സ് ആണ് ക്വസ്റ്റ്യൻ്റെ അകത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഫോഴ്സ് കണ്ടുപിടിക്കാം? F is equal to ma ആണെന്ന് അറിയാം. നമ്മൾ നേരത്തെ ചെയ്തു എന്താണ്? എയുടെ സ്ഥാനത്ത് എന്തിടുന്നു? V minus u by t ഇടുന്നു. എങ്ങനെ കിട്ടും? F is equal to mass into V minus u by t ആയിട്ട് കിട്ടും. സോ വാട്ട് ഇസ് മാസ്? മാസ് 1000 kg ആണ്. ഇൻറ്റു വി എന്താണ്? ഫൈനൽ വെലോസിറ്റി ബ്രേക്ക് ഇട്ട് സ്റ്റോപ്പ് ആയതുകൊണ്ട് 0 ആണെന്ന് പറഞ്ഞു. മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? 30 m/s ആണ്. പിന്നെ ബൈ ടൈം എത്ര? 4 സെക്കൻഡ് ആയിരിക്കും. സോ എന്ത് കിട്ടും? 1000 എന്താണ്? 1000 ഇൻറ്റു 0 - 30 എന്താണ്? -30. -30/4 ആയിട്ട് കിട്ടും അല്ലേ? സോ വാട്ട് ഇസ് എ ഫൈനൽ ആൻസർ? നമുക്ക് 4 കട്ട് ചെയ്യുമ്പോൾ 2 times 15 ആയിരിക്കും അല്ലേ? 30 4 2ൽ പോകുന്നുണ്ടാവും. പിന്നെ എന്താണ്? നമ്മൾ 2 കൊണ്ട് 1000 കട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഇവിടെ 500 ആയിട്ട് കിട്ടും. സോ വാട്ട് ഇസ് 500 × 50 എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 7500 -30 കൊണ്ട് എന്ത് വരും? -7500 ന്യൂട്ടൺ. 7500 ന്യൂട്ടൺ ആണ് ആൻസർ. അപ്പോൾ എന്താണ് മൈനസ് എന്ന് പറയുന്നത്? പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആണ് ആര് ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? നമുക്കിനി എന്താണ് 9.4 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, a force of 5 Newton gives a mass of m1 and acceleration of 10 m/s² and a mass of m2 and acceleration of 20 m/s². What acceleration would be given if both masses were tied together? അപ്പോൾ എന്താണ്? രണ്ട് ഒബ്ജക്റ്റ് എടുത്തു. എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എടുത്തു, ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എടുത്തു. എയുടെ മാസ് m1 ആണെന്നും ബിയുടെ മാസ് m2 ആണെന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ രണ്ട് ഒബ്ജക്റ്റിനും എത്ര ഫോഴ്സ് കൊടുത്തു? രണ്ടാൾക്കും 5 Newton വീതം കൊടുത്തു അല്ലെ? രണ്ടുപേരെയും 5 Newton വീതം കൊടുത്തു. അപ്പൊ ആദ്യത്തെ ആൾക്ക് m1 മാസ് ഉള്ള ഒരാൾക്ക് 5 Newton കൊടുക്കുമ്പോൾ അതിന്റെ ആക്സിലറേഷൻ എത്ര ആയിട്ട് മാറുന്നു? അതിന്റെ ആക്സിലറേഷൻ 10 m/s² ആയിട്ട് മാറുന്നു. രണ്ടാമത്തെ ആളുടെ ആക്സിലറേഷനോ അതിന് എത്ര ആയിട്ട് മാറുന്നു? അതിന് 20 m/s² ആയിട്ട് മാറുന്നു അല്ലെ? അപ്പൊ ചോദിക്കുന്നത് എന്താണ്? എങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ രണ്ടാൾക്കും കൂടെ 5 Newton കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ടല്ലേ? എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് 5 Newton കൊടുത്ത സമയത്ത് ആക്സിലറേഷൻ എത്രയെന്ന് കിട്ടി? 10 m/s². അപ്പൊ എന്താണ് അതിന്റെ മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താണ്? F is equal to ma ആണെന്നറിയാം. സോ M is equal to എന്താണ്? F/a. വാട്ട് ഈസ് F എന്ന് പറയുന്നത്? F is 5/a എന്ന് പറഞ്ഞാൽ 10 ആണ്. is equal to 1/2 is equal to 0.5 കിലോഗ്രാം ആണ് അവിടുത്തെ മാസ് എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ബി ഒബ്ജക്റ്റിന് 5 Newton കൊടുത്ത സമയത്ത് അതിന്റെ ആക്സിലറേഷൻ എത്രയായിട്ട് മാറി? 20 m/s² ആയിട്ട് മാറി. അപ്പൊ എന്താണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്? F is equal to സെയിം ഫോർമുല ആയിരിക്കും. is equal to എന്താണ്? F/a ആയിരിക്കും. is equal to F എന്താണ്? 5/a is equal to 20 is equal to എന്താണ്? 1/4 എന്ന് വരും. is equal to 0.25 kg ആയിട്ട് മാറുന്നുണ്ട്. മനസ്സിലായല്ലോ? നമ്മൾ എയുടെ മാസ് 0.5 kg ആണെന്നും ബിയുടെ മാസ് 0.25 kg ആണെന്ന് കണ്ടുപിടിച്ചു. നമുക്കിന്റെ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടുപേരെയും കൂടെ നമ്മൾ ഒരുമിച്ച് രണ്ടുപേരും കൂടെ ടൈ അപ്പ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ അവർക്ക് 5 Newton കൊടുത്തു കഴിഞ്ഞാൽ അവിടത്തെ ഉള്ള ആക്സിലറേഷൻ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ രണ്ടുപേരും ടൈ അപ്പ് ചെയ്യുമ്പോൾ ഒരു മാസ് ഇട്ട് എന്ത് മാറും? m1ഉം അതുപോലെ തന്നെ m2ഉം കൂടെ ആഡ് അപ്പ് ചെയ്യുന്ന വാട്ട് ഈസ് മാസ് എന്ന് പറയുന്നത്? മാസ് ഇസ് ഈക്വൽ ടു m1 + m2 ആയിരിക്കും. രണ്ടുപേരും ഒന്നല്ല. അപ്പൊ എന്താണ്? 0.5 + 0.25. അപ്പൊ എത്രയായിട്ട് കിട്ടും? 0.75 കിലോഗ്രാം ആയിട്ട് കിട്ടുന്നുണ്ടോ? മനസ്സിലായല്ലോ? പിന്നെ എന്താ? നമുക്ക് അപ്പോൾ ഉണ്ടാകുന്ന ആക്സിലറേഷൻ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനായിട്ടുള്ള. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? S equal to A is equal to എന്തായിട്ട് കിട്ടും? F/m ആയിട്ട് കിട്ടും. അപ്പൊ എന്താണ്? F is equal to ഫോഴ്സിന് മാറ്റിയില്ല. 5/m എന്താണ്? 0.75. അപ്പോൾ ഇത് പോയിന്റ് മാറ്റി എന്ത് ചെയ്യണം? രണ്ടാളെയും കൂടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്താണ്? രണ്ട് സ്ഥാനം മാറ്റിയില്ലേ കുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ is equal to എത്രയെന്ന് കിട്ടും? 500/75 എന്ന് കിട്ടും. സോ വാട്ട് ഈസ് 500/75 എന്ന് പറയുന്നത്? is equal to റെക്കറിംഗ് ആണ് 6.666 എന്ന് കിട്ടിക്കൊണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? 6.67 ആയിട്ട് m/s² ആയിട്ട് അതിനെ എടുക്കുന്നുണ്ടാവും.
സോ നമ്മൾ ഇനി എക്സാമ്പിൾ 9.5 ആണ് ചെയ്യാൻ പോകുന്നത്. The velocity time graph of a ball of mass 20 grams moving along a straight line on the long table is given in figure 9.9. And how much force does the table exert on the ball to bring it to the rest? അപ്പോൾ അതായത് നിങ്ങൾ ആ ഗ്രാഫ് നോക്കുന്ന സമയത്ത് അതൊരു എന്താണ്, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റിയും ടൈമും നോക്കണം. ടൈം എന്ന് പറയുന്നത് സെക്കൻഡ്സിലും പിന്നെ വെലോസിറ്റി എന്ന് പറയുന്നത് അവർ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്സിലുമാണ് തന്നിരിക്കുന്നത്. ആൻഡ് ആദ്യത്തെ എന്താണ് 0 സെക്കൻഡ്സ് 0 സെക്കൻഡ്സ് ആവുന്ന സമയത്ത് 20 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് 20 ആണ്. 20 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അത് 10 സെക്കൻഡ്സ് ആകുമ്പോഴത്തേക്കും 10 സെക്കൻഡ്സ് ആകുമ്പോഴത്തേക്കും അത് എത്ര കാണിക്കുന്നു, 0 വെലോസിറ്റി ആണ് കാണിക്കുന്നത്. ആ ഗ്രാഫിൽ എന്താണ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി 20 സെൻറ്റിമീറ്റർ സെക്കൻഡ് എന്ന്, ടൈം എത്രയായിരുന്നു 10 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്തായിട്ട് മാറി 0 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്സുമായിട്ട് മാറി. ഇതാണ് ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഗ്രാഫിൽ നിന്ന് എന്തൊക്കെ എഴുതാം, ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ആൻഡ് ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. അതുപോലെ തന്നെ എന്താണ് ടൈം ഇസ് ഈക്വൽ ടു 10 സെക്കൻഡ്സ്. ഇത് ഇത്രയും നമുക്ക് എന്ത് ചെയ്യുന്ന ആ ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് മാസ് ഓഫ് 20 grams. സോ മാസ് ഇസ് ഈക്വൽ ടു 20 grams എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്, ഹൗ മച്ച് ഫോഴ്സ് ഡസ് ദി ടേബിൾ എക്സേർട്ട് ഓൺ ദി ബോൾ ടു ബ്രിങ് ദി റെസ്റ്റ്. അപ്പൊ എന്താണ് എത്ര ഫോഴ്സ് ആണ് അത് റെസ്റ്റിലോട്ട് വരാനായിട്ട് കൊടുത്തത് എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ആ ബോളിന്റെ മാസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്താണ് എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. എയുടെ സ്ഥാനത്ത് എന്ത് ഇടും, എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ആണ്. സെയിം സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ് ഒരു കൺവേർഷൻ ഉണ്ട്. കാര്യം എന്താണ്, നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ് നമ്മൾ എടുക്കുന്ന യൂണിറ്റുകളൊക്കെ എന്തിലായിരിക്കണം, SI യൂണിറ്റിലായിരിക്കണം. നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് മാസ് 20 gram ആണ്. അതെന്താണ് SI യൂണിറ്റ് ഓഫ് ദി മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. അപ്പൊ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് ആക്കാൻ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 1000 ആണ് ചെയ്യാനുള്ളത്. അപ്പൊ എന്താണ് 20 ഡിവൈഡഡ് ബൈ 1000 എന്ന് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും, 0.02 kilograms എന്ന് കിട്ടും. അപ്പൊ നമ്മൾ മാസിനെ കൺവേർട്ട് ചെയ്തു. പിന്നെ എന്താണ് വെലോസിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ എന്താണ് 20 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്, എന്താണ് 20 സെന്റിമീറ്റർ അത് ഒരു സെക്കൻഡിൽ പോകുന്നതാണ്. അപ്പൊ ടൈം എന്താണ് SI യൂണിറ്റിൽ സെക്കൻഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്ത് മാത്രം മാറ്റിയാൽ മതി, സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് ആക്കിയാൽ മതി. സെന്റിമീറ്ററിലെ മീറ്ററിലോട്ട് ആക്കാൻ എന്ത് ചെയ്യണം, നമുക്ക് ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. അതായത് എന്താണ് 20 ഡിവൈഡഡ് ബൈ 100 എത്ര കിട്ടും, വാട്ട് ഈസ് 20 ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് 0.2 meter എന്ന് കിട്ടും. മനസ്സിലായല്ലോ. ആൻഡ് ഫൈനൽ വെലോസിറ്റി എന്ത് തന്നെയാണ്, 0 ആയതുകൊണ്ട് 0 meter per second തന്നെയാണ്. അപ്പൊ മനസ്സിലായല്ലോ. സോ നമ്മളിവിടെ മാറ്റി എഴുതുന്ന സമയത്ത് നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി 20 സെൻറ്റിമീറ്റർ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറ്റും, 0.2 meter per second ആയിട്ട് മാറുന്നു. ഓക്കെ അല്ലേ. നമുക്ക് ഇനി എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. സോ നമുക്ക് മാസിന്റെ എന്താണ്, മാസ് ഇസ് ഈക്വൽ ടു 0.02 kilograms ഇൻറ്റു ഫൈനൽ വെലോസിറ്റി 0 ആണ്, മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എന്താണ് 0.2 ആണ്, ഡിവൈഡഡ് ബൈ ടൈം എന്താണ്, ടൈം ഇസ് 10 seconds ആയിരിക്കും. മനസ്സിലായല്ലോ. സോ നമുക്ക് എങ്ങനെ എഴുതാം, 0.02 ഇൻറ്റു 0 മൈനസ് 0.2 എന്താണ്, -0.2 ബൈ 10 സെക്കൻഡ് എന്ന് കിട്ടും അല്ലെ, 10 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എങ്ങനെ കണക്ക് ചെയ്യാൻ പറ്റും, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കണക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴി എന്തായിരിക്കും, നമുക്ക് ആ പോയിന്റ് ഒക്കെ മാറ്റണം അല്ലെ. അപ്പൊ 0.022 എങ്ങനെ പോയിന്റ് മാറ്റും, ഇൻറ്റു 2 സ്ഥാനം മാറ്റി കുത്തിയിടാം, നമുക്ക് ഇൻറ്റു 100 ആണ്. അപ്പൊ എന്താണ് 0.02 ഇൻറ്റു 100 ബൈ 100 ഇൻറ്റു എന്താണ് മൈനസ് 0.2 എങ്ങനെ എഴുതാം, 0.2 ഇൻറ്റു 10 ബൈ 10. ഓൾറെഡി നമുക്ക് എന്തുണ്ട്, ഒരു 10 താഴെയുണ്ട് അല്ലെ. നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, 0.02 ഇൻറ്റു 100 എങ്ങനെ കിട്ടും, ഇസ് ഈക്വൽ ടു 2 ബൈ 100 ഇൻറ്റു 2 ബൈ എന്താ വരും 100 ആയിട്ട് വരും. ഇസ് ഈക്വൽ ടു എന്താണ് 4 ബൈ
10,000 ആയിട്ട് വരും. ഇസ് ഈക്വൽ ടു 0.0004 ന്യൂട്ടൺ ആണ് എന്ത് ചെയ്തത്, അത് മൈനസ് ആണ്. കണ്ടോ ഇവിടെ മൈനസ് എന്താ പറഞ്ഞത്, മൈനസ് ആയിട്ട് -0.0004 ന്യൂട്ടൺ ആയിട്ട് വരും അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് മൈനസ് ആയിട്ട് വന്നത്, അതായത് ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആയിരിക്കും. ഏത് ഡയറക്ഷൻ ആണോ മൂവ് ചെയ്യുന്നത് അത് നെഗറ്റീവ് ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്യുന്നത്, ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. നമുക്കൊരു എക്സാമ്പിൾ 9.6 ചെയ്ത് നോക്കാം. A bullet of mass 20 grams is horizontally fired with a velocity of 150 meter per second from the pistol of mass 2 kg. What is the recoil velocity of the pistol? അപ്പോൾ എന്താണ്, ഒരു പിസ്റ്റലിൽ നിന്ന് നമ്മൾ ബുള്ളറ്റ് ഫയർ ചെയ്തു. അപ്പോൾ എന്താണ് ബുള്ളറ്റിന്റെ മാസ് എന്ന് പറയുന്നത്, 20 gram ആണ് ബുള്ളറ്റിന്റെ മാസ്. അപ്പോൾ അതിന്റെ ഫയർ ചെയ്ത സമയത്തുള്ള അതിന്റെ വെലോസിറ്റി, ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 150 meter per second എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ പിസ്റ്റലിന്റെ മാസ് എന്താണ്, മാസ് ഓഫ് ദി പിസ്റ്റൽ ഈസ് ഈക്വൽ ടു 2 kilogram ആണെന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ദി പിസ്റ്റൽ, എന്താണ് നമ്മുടെ പിസ്റ്റലിന്റെ റീകോയിൽ വെലോസിറ്റി എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റീകോയിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഗൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു എന്താണ്, തേർഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് ബുള്ളറ്റ് ഫ്രണ്ടിലോട്ട് പോവുകയും ചെയ്യും, അതേസമയം പിസ്റ്റൽ എന്ത് ചെയ്യുന്നുണ്ടാകും, ബാക്കിലോട്ട് വരികയും ചെയ്യും. അതാണ് എന്ത് റീകോയിൽ വെലോസിറ്റി. ബാക്കിലോട്ട് വരുന്ന പിസ്റ്റലിന്റെ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് എന്ത്, റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. സോ നമുക്ക് റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ തേർഡ് ലോയിൽ എന്താണ്, നമ്മൾ പുതിയൊരു ഇക്വേഷൻ പഠിക്കാൻ പോവാണ്. ഫ്രം ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്ത്, ബിഫോർ ദി കൊലിഷൻ ഓഫ് ദി ടു ഒബ്ജക്റ്റിന്റെ മൊമെന്റം, ആഫ്റ്റർ ദി കൊലിഷൻ ഓഫ് ദി ടു ഒബ്ജക്റ്റിന്റെ മൊമെന്റം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് എന്താണ് മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കും, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എടുക്കുന്നു, ബിഫോർ കൊലിഷൻ എടുക്കുന്നു. അപ്പൊ ബിഫോർ ആയിട്ട് ഇവിടെ എന്താണ് ഫയറിംഗ് ആണ് അല്ലെ. അപ്പൊ ബിഫോർ ഫയറിംഗ് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, ബുള്ളറ്റിന്റെയും പിസ്റ്റലിന്റെയും ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത്, അതായത് ബുള്ളറ്റിന്റെ മാസ് ഇൻറ്റു എന്താണ് വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് പ്ലസ് എന്താണ് നമ്മുടെ പിസ്റ്റലിന്റെ മാസ് ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദി എന്തായിരിക്കും, ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദി പിസ്റ്റലും ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ് ഫയറിങ്ങിന്റെ മുമ്പാകുമ്പോൾ എന്തായിരിക്കും, എല്ലാവരുടെയും ഇനിഷ്യൽ ആയിട്ടുള്ളായിരിക്കും വെലോസിറ്റി നമുക്ക് കൂട്ടാനുള്ളത്. അപ്പൊ എങ്ങനെ കിട്ടുന്നുണ്ടാവും, ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദി ബുള്ളറ്റ് എന്താണ് 20 gram ആണ്. 20 ഗ്രാമിനെ കിലോഗ്രാം ആയിട്ട് മാറ്റണം അല്ലേ, SI ഇൻറ്റോട് മാറ്റണ്ടേ. അപ്പൊ എങ്ങനെയാണ്, ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. അപ്പൊ എങ്ങനെ കിട്ടും, 20 ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.02 കിലോഗ്രാം ആണെന്ന് ഇൻറ്റു എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി നമ്മുടെ ബുള്ളറ്റ് ആയിരുന്നാലും പിസ്റ്റൽ ആയിരുന്നാലും എന്താണ് റെസ്റ്റിലായിരിക്കും. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റും 0 ആയിരിക്കും, ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദി നമ്മുടെ പിസ്റ്റലും എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി 0 പ്ലസ് മാസ് ഓഫ് ദി പിസ്റ്റൽ എന്താണ് 2 kilogram ആണ്, കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദി പിസ്റ്റൽ എന്ന് പറയുന്നത് ഇതും 0 ആയിരിക്കും. അപ്പൊ എന്താണ്, സോ എന്താണ് 0 ഇൻറ്റു നമ്പർ എന്താണ് 0 പ്ലസ് 2 ഇൻറ്റു 0 ആയിരിക്കും. നമുക്ക് എന്ത് കിട്ടും, ബിഫോർ ഫയറിങ്ങിന്റെ അവിടെയുള്ള ടോട്ടൽ മൊമെന്റം നമുക്ക് എന്തായിട്ട് കിട്ടും, 0 ആയിട്ട് കിട്ടും. മനസ്സിലായല്ലോ. സോ ബിഫോർ ഫയറിങ്ങിന്റെ അവിടെയുള്ള ടോട്ടൽ മൊമെന്റം ഇസ് ഈക്വൽ ടു 0. നമുക്ക് ഇനി എന്ത് ചെയ്യണം, ആഫ്റ്റർ ഫയറിങ്ങിന്റെ അവിടെയുള്ള ടോട്ടൽ മൊമെന്റം ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആഫ്റ്റർ ഫയറിങ് എന്തായിരിക്കും, നമുക്ക് രണ്ടുപേരുടെ ഫൈനൽ മൊമെന്റം എടുക്കണം. അപ്പൊ എന്താണ്, മാസ് ഓഫ് ദി ബുള്ളറ്റ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് പ്ലസ് എന്താണ് മാസ് ഓഫ് ദി പിസ്റ്റൽ ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ഓഫ് ദി പിസ്റ്റൽ. അതെന്താണ്, റീകോയിൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പൊ വാട്ട് ഈസ് മാസ് നമ്മൾ കണ്ടുപിടിച്ചല്ലേ, കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തായിരുന്നു മാസ് ഓഫ് ദി ബുള്ളറ്റ് എന്ന് പറയുന്നത് 0.02 കിലോഗ്രാം ഇൻറ്റു വാട്ട് ഇസ് ദ ഫൈനൽ വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 150 meter per second പ്ലസ് എന്താണ് മാസ് ഓഫ് ദി പിസ്റ്റൽ 2 ഇൻറ്റു എന്താണ് റീകോയിൽ വെലോസിറ്റി VP. മനസ്സിലായല്ലോ. അപ്പൊ വാട്ട് ഇസ് 0.02 ഇൻറ്റു 150 എന്ന് പറയുന്നത്, നമ്മൾ പോയിന്റ് മാറ്റുമ്പോഴത്തേക്ക് എന്തായിട്ട് വരും, 0.02 ഇൻറ്റു 100/100 ഇൻറ്റു 150 ആയിട്ട് വരും. ഇസ് ഈക്വൽ ടു എന്തായിട്ട് വരും, 2/100 ഇൻറ്റു 150. 0 കട്ട് ചെയ്ത് പോവും, ഇത് 5 ആയിട്ട് വരും, 15 5 3 ആയിട്ട് വരും. അപ്പൊ എന്ത് കിട്ടും, 3 + 2 VP ആണ് നമ്മുടെ ആഫ്റ്റർ ഫയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആഫ്റ്റർ ഫയറിംഗ് ആയിട്ട് വരുന്നത്, 3 +
2 into recoil velocity. അപ്പോൾ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്? ബിഫോർ ഫയറിങ്ങിന്റെ അവിടെയുള്ള മൊമെന്റവും ആഫ്റ്റർ ഫയറിങ്ങിന്റെ അവിടെയുള്ള മൊമെന്റം എന്താണ്? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതാം? 3 + 2 VP is equal to 0 ആയിട്ട് എഴുതാം. അപ്പോൾ എന്താണ് 2 VP എന്ന് പറയുന്നത്? 0 - 3 and VP എന്തായിരിക്കും? -3/2. So what is recoil velocity of the piston എന്ന് പറയുന്നത്? -3/2 is equal to എന്താണ് 1.5 m/s ആണ് അവിടെയുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? കാര്യം എന്താണ്? ബുള്ളറ്റ് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും പിസ്റ്റൺ റീകോയിൽ ചെയ്തുകൊണ്ട് ബാക്കിലോട്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവിടെ നെഗറ്റീവ് സൈൻ അപ്ലൈ ചെയ്തത്. മനസ്സിലായല്ലോ? സോ ഇതേപോലുള്ള എന്താണ് നമ്മൾ തേർഡ് ലോ ബേസ് ചെയ്തിട്ടുള്ള 2 മോഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് നമ്മൾ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന കൺസെപ്റ്റ് വെച്ച് എന്ത് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? നമുക്കിനി 9.7th question നമുക്ക് ചെയ്യാം. What is the question? A car of mass 40 kg jumps with a horizontal velocity of 5 m/s onto a stationary cart with a frictionless wheel and the mass of the cart is 3 kg and what is the velocity as the cart starts moving? Assume that there is no external unbalanced force working on the horizontal direction. അപ്പോൾ എന്താണ്? അതായത് ഒരു ഗേളിന് എത്ര മാസ് ഉണ്ട്? ഒരു 40 കിലോഗ്രാം മാസ് ഉള്ള ഗേൾ ആണെങ്കിൽ എന്ത് ചെയ്തു? ഓടി വന്നിട്ട് എന്ത് ചെയ്തു? ഒരു കാർട്ടിന്റെ സ്കേറ്റിംഗ് പോലത്തെ ഒരു കാർട്ട് വന്ന് കയറി അല്ലെ. വന്ന് കയറിയിട്ട് എന്ത് ചെയ്തു? ആ കാർട്ടും ഗേളും കൂടെ ഒരുമിച്ചാണ് പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഗേളിന്റെ മാസ് 40 kg ആണ് തന്നിട്ടുണ്ട്. എന്താണ്? ആ ഗേൾ ആ ടൈമിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഹൊറിസോണ്ടൽ വെലോസിറ്റി 5 m/s ആണ്. പിന്നെ എന്താണ്? സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു കാർട്ടിലോട്ടാണ് ഈ ഗേൾ ഓടി വന്ന് കയറിയത് അല്ലെ. ആ കാർട്ടിന്റെ മാസ് എന്ന് പറയുന്നത് 3 കിലോഗ്രാം ആണ്. എന്നിട്ട് എന്ത് ചെയ്തു? കാർട്ടും ഗേളും കൂടെ ഒരുമിച്ച് അങ്ങ് മൂവ് ചെയ്യാൻ തുടങ്ങി എങ്കിൽ അവിടെ അപ്ലൈ ചെയ്ത അപ്പോൾ ഉണ്ടായ വെലോസിറ്റി എത്ര എന്നാണ്. അവർ രണ്ടുപേരും കൂടെ ഏത് വെലോസിറ്റിയിലാണ് പിന്നീട് അങ്ങോട്ട് പോയതെന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ്? നമ്മൾ കഴിഞ്ഞ ചെയ്ത പോലെ എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ചിട്ട് നമുക്ക് ഇതും ചെയ്യാനുള്ളത്. അപ്പൊ മാസ് ഓഫ് ദി ഗേൾ എന്താ തന്നിട്ടുണ്ട്? 40 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. What is the initial velocity of the girl? Initial velocity of girl is 5 m/s എന്ന് തന്നിട്ടുണ്ട്. What is the mass of the cart? Mass of the cart is equal to 3 kg ആണെന്ന് തന്നിട്ടുണ്ട്. And initial velocity എന്തായിരുന്നു? റെസ്റ്റിലായതുകൊണ്ട് initial velocity of the cart is എന്താണ്? 0 m/s ആണ്. അപ്പൊ നമുക്ക് ഇനിഷ്യലുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബിഫോർ അല്ലെ ഇനിഷ്യൽ മൊമെന്റം കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ ഇനിഷ്യൽ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത്? ഇനിഷ്യൽ total momentum is equal to എന്താണ്? mass of the girl into initial velocity of the girl plus mass of the cart into initial velocity of the cart is equal to mass of the girl എന്താണ്? 40 into initial velocity എന്താണ്? 5 plus mass of the cart 3 into 0 ആയിരിക്കും. So 40 into 5 എത്ര ആയിട്ട് വരുന്നു? 40 into 5 is equal to 200 plus 0 ആയിരിക്കും. 3 into 0 എന്താണ്? 0. അപ്പോൾ എത്ര ആയിട്ട് വരും? ഇനിഷ്യൽ ടോട്ടൽ മൊമെന്റം ബിഫോർ ജമ്പിങ് എന്തായിരുന്നു? 200 ആയിരുന്നു അവിടെ മൊമെന്റം ആയിട്ട് വന്നത്. സോ എന്താണ് മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? കിലോഗ്രാം m/s ആണ് മൊമെന്റത്തിന്റെ യൂണിറ്റ്. മനസ്സിലായല്ലോ? നമുക്ക് ഇനി എന്ത് ചെയ്യാം? ആഫ്റ്റർ ജമ്പിങ്ങിനുള്ള കാര്യം നോക്കാം അല്ലെ. ആഫ്റ്റർ ജമ്പിങ് ആകുമ്പോഴത്തേക്ക് മാസ് ഓഫ് ദി ഗേൾ എന്ത് തന്നെയാണ്? 40 കിലോഗ്രാം ആണ്. മാസ് ഓഫ് ദി ഗേളും മാസ് ഓഫ് ദി കാർട്ടും എന്താവില്ല മാറില്ല. പക്ഷെ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ടാ? മാറുന്നുണ്ടാ. അപ്പൊ മാസ് ഓഫ് ദി ഗേൾ 40 ആയിരിക്കും. മുറിച്ച് ഫൈനൽ വെലോസിറ്റി ഓഫ് ഗേൾ എന്ന് പറയുന്നത് നമുക്ക് അതാണ് കണ്ടുപിടിക്കാനുള്ളത്. മാസ് ഓഫ് ദി കാർട്ട് എന്താണ്? 3 കിലോഗ്രാം ആണ്. വാട്ട് ഈസ് ദി ഫൈനൽ വെലോസിറ്റി ഓഫ് ദി കാർട്ട് എന്ന് പറയുന്നത്? അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഫൈനൽ വെലോസിറ്റി ഓഫ് ദി ഗേളും ഫൈനൽ വെലോസിറ്റി ഓഫ് ദി കാർട്ടും ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഒരു കാര്യം നമ്മൾ ആലോചിക്കുന്നത് എന്താണ്? ഗേള് ഓടി വന്ന് കാർട്ടിൽ കയറി നിന്ന് കാർട്ടും ഗേളും കൂടെ എന്താണ് പോയത്? ഒരുമിച്ചാണ് പോയത്. അതായത് ആ ഗേളും കാർട്ടും കൂടെ എന്താണ് ചെയ്തത്? ഒരുമിച്ചാണ് പോയത്. അതിന്റെ അർത്ഥം എന്താണ്? രണ്ടുപേരുടെയും വെലോസിറ്റി എന്താണ്? ഈക്വൽ ആണ്. ഫൈനൽ വെലോസിറ്റി ഓഫ് ദി ഗേൾ ഇസ് ഈക്വൽ ടു എന്താണ്? ഫൈനൽ വെലോസിറ്റി ഓഫ് ദി കാർട്ട്. നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ബി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. മനസ്സിലായല്ലോ? രണ്ടുപേരും ഒരുമിച്ചല്ലേ പോയത്. രണ്ടുപേരുടെ വെലോസിറ്റി എന്തായിരിക്കും? ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ഫൈനൽ ടോട്ടൽ മൊമെന്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മാസ് ഓഫ് ദി ഗേൾ ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ഈക്വൽ നമ്മൾ പറഞ്ഞല്ലോ. ഫൈനൽ വെലോസിറ്റി പ്ലസ് എന്താണ്? മാസ് ഓഫ് ദി കാർട്ട് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. എന്താണ് മാസ് ഓഫ് ദി ഗേൾ എന്ന് പറയുന്നത്? 40 into v പ്ലസ് എന്താണ്? 3 into v ആയിരിക്കും. നമുക്ക് എങ്ങനെ എടുക്കാം? 40 plus 3
ഇൻറ്റു വി ആർ. അതായത് എന്തായിട്ട് എടുക്കാം 43 വി ആയിട്ട് എടുക്കാം. കാര്യം രണ്ട് വെലോസിറ്റിയും എന്താണ് ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് 40യും 3 കൂടെ ആഡ് ചെയ്തുകൊണ്ട് 43 വി. സോ നമുക്ക് എന്താണ് ഫൈനൽ മൊമെന്റം ആയിട്ട് കിട്ടിയത്? ഫൈനൽ മൊമെന്റം ഈസ് ഈക്വൽ ടു 43 വി ആയിട്ട് കിട്ടി. അപ്പൊ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് ഫൈനൽ മൊമെന്റത്തിന് എന്താണ് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് എന്താണ് 43 വി ഈസ് ഈക്വൽ ടു 200. സോ വാട്ട് ഈസ് ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 43. എത്രയാണ് കിട്ടാൻ? വാട്ട് ഈസ് 200 ഡിവൈഡഡ് ബൈ 43 എന്ന് പറയുന്നത് 4.65 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ആ കണക്ക് ചെയ്തു. നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 9.8 എക്സാമ്പിൾ നോക്കാം. Two hockey players of opposite teams, while trying to hit on a hockey ball off the ground, collide and immediately become entangled. One has a mass of 60 kg and was moving with a velocity of 5 meters per second, while the other has a mass of 55 kg and was moving faster with a velocity of 6 meters per second towards the first player. And in which direction, with what velocity will they move after they become entangled? Assume that the frictional force acting between the feet of the two players or ground is negligible. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? രണ്ട് ഹോക്കി പ്ലെയേഴ്സ് ഉണ്ടല്ലേ. ദർ ആർ 2 ഹോക്കി പ്ലെയേഴ്സ്. ഒരാളെ ഫസ്റ്റ് പ്ലെയർ എന്നും ഒരാളെ സെക്കൻഡ് പ്ലെയർ എന്നും വിളിക്കുന്നു. അപ്പൊ ഒരു ഹോക്കി ബോൾ അവിടെ കിടക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി ഈ ഹോക്കി ബോൾ അടിക്കാനായിട്ട് വരായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? പക്ഷെ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? രണ്ടുപേരും ഒരു ഡയറക്ഷനിലോട്ട് പോയി. എങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഏത് ഡയറക്ഷനിലോട്ട് പോയി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എന്താണ്? ആദ്യത്തെ ആള് നമുക്ക് എന്താണ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടാണ് വരുന്നത്. രണ്ടാമത്തെ ആൾ എന്താണ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് ബോൾ എടുക്കാൻ വരാണ്. വാട്ട് ഈസ് ദ മാസ് ഓഫ് ദി ഫസ്റ്റ് ആൾ എന്ന് പറയുന്നത് 60 കിലോഗ്രാം ആണ് ആദ്യത്തെ ആളുടെ വെയിറ്റ്. അയാൾ എത്ര വെലോസിറ്റിയിലാണ് വരുന്നത്? അയാൾ 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ആളുടെ മാസ് എന്താ? രണ്ടാമത്തെ ആളുടെ മാസ് 55 kg ആയിട്ട് അയാൾ വരാണ്. അല്ല എത്ര സ്പീഡാണ്? കുറച്ച് സ്പീഡ് കൂടുതലാണ്. എന്താണ് 6 മീറ്റർ പെർ സെക്കൻഡിൽ അയാൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടി എന്നിട്ട് രണ്ടുപേരും കൂടെ ഏത് ഡയറക്ഷനിലോട്ട് പോയി എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എല്ലാ തവണത്തെ പോലെ എന്താണ് ഇനിഷ്യൽ മൊമെന്റം കണ്ടുപിടിക്കണം അല്ലെ. സോ വാട്ട് ഈസ് ദ മാസ് ഓഫ് ദി ഫസ്റ്റ് ആൾ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 60 കിലോഗ്രാംസ് ആയിരിക്കും. ആൻഡ് അദ്ദേഹത്തിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? ഇറ്റ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നെ എന്താണ്? What is the mass of the second person? It is 55 kilogram ആണ്. What is its initial velocity of the second person? It is 6 meter per second ആണ്. അപ്പൊ എന്താണ്? അപ്പൊ നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് ആയിട്ട് ആൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോകുന്നു. അപ്പൊ സെക്കൻഡ് ആൾ എന്താണ്? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് പോകുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് സെക്കൻഡ് ആളുടെ നമ്മൾ എന്ത് എടുക്കുന്നു? ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ആയിട്ട് എടുക്കുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ എടുക്കുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് കാണിക്കാൻ നമ്മൾ എന്ത് എടുക്കുന്ന? നെഗറ്റീവ് സൈൻ എടുക്കുന്നത്. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യണം? എപ്പോഴും നോട്ട് ചെയ്യണം. നമ്മൾ ഇത്രയും നേരം ചെയ്തതിലൊക്കെ എന്തായിരുന്നു? രണ്ടുപേരും ഒരേ ഡയറക്ഷൻ ആയിട്ട് ബുള്ളറ്റ് ആയിരുന്നാലും മറ്റേ ഗേൾ കാർട്ടായിരുന്നാലും രണ്ടാൾ എന്താണ് ഒരേ ഡയറക്ഷനിൽ പോയത് കൊണ്ട് വെലോസിറ്റിയിൽ എന്ത് വന്നില്ല? നമുക്ക് നെഗറ്റീവ് സൈൻ ഇടേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ എന്താണ്? ഹോക്കി പ്ലേയേഴ്സ് രണ്ടും രണ്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരാളുടെ ഡയറക്ഷൻ നമുക്ക് എന്തായിട്ട് എടുക്കണം? ഡയറക്ഷൻ ചേഞ്ച് ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് സൈൻ എടുത്തേ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ എന്താ? നമുക്ക് ഇനിഷ്യൽ മൊമെന്റ് ഇനി കണ്ടുപിടിക്കാം. എളുപ്പമല്ല. ഇങ്ങനെ ഇനിഷ്യൽ മൊമെന്റം കണ്ടുപിടിക്കാം. ഇനിഷ്യൽ total momentum is equal to mass of the first person into initial velocity of the first person plus എന്താണ് mass of the second person into എന്താണ് initial velocity of the second person. So mass of the first person എന്താണ് 60 into 5 plus mass of the second person എന്താണ് 55 into minus 6 ആണ് അദ്ദേഹത്തിന്റെ initial velocity by because he moves in the opposite direction with compared to the first person. നമുക്ക് എങ്ങനെ കിട്ടും? 60 into 30 300 ആയിരിക്കും. പ്ലസ് എന്താണ് 55 into minus 6 ആകുമ്പോൾ എത്രയെന്ന് കിട്ടും? മൈനസ് 330 ആയിട്ട് കിട്ടും. ഇസ് ഈക്വൽ ടു എന്താണ് 300 മൈനസ് 330 എന്തായിട്ട് വരും? മൈനസ് 30 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എന്ത് വരും? നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് എന്ത് വരും? ഇനിഷ്യൽ ടോട്ടൽ മൊമെന്റം. അപ്പൊ എന്താണ് ഇനിഷ്യൽ ടോട്ടൽ മൊമെന്റം? ഇനിഷ്യൽ ടോട്ടൽ മൊമെന്റം ഇസ് ഈക്വൽ ടു മൈനസ് 30 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് വന്നു. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് നമുക്കിനി എന്ത് ചെയ്യണം? ഫൈനൽ ടോട്ടൽ മൊമെന്റം കണ്ടുപിടിക്കണം. അപ്പൊ മാസ് മാറൂല. എന്താണ് മാസ് ഓഫ് ദി ഫസ്റ്റ് പേഴ്സൺ? അത് 60 kg ആയിരിക്കും. ആൻഡ് ദി വെലോസിറ്റി നമുക്ക് വെലോസിറ്റി ഓഫ് ദി ഫസ്റ്റ് പേഴ്സൺ. വാട്ട് ഇസ് ദ ഫൈനൽ വെലോസിറ്റി ഓഫ് ദി ഫസ്റ്റ് പേഴ്സൺ? നമുക്കത് കണ്ടുപിടിക്കണം. പിന്നെ എന്താണ്
മാസ് ഓഫ് ദി സെക്കൻഡ് പേഴ്സൺ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 55 kg ആണ്. വാട്ട് ഈസ് ദ ഫൈനൽ വെലോസിറ്റി ഓഫ് ദി സെക്കൻഡ് പേഴ്സൺ? അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ഗേളും കാറ്റും പറഞ്ഞ പോലെ എന്താണ്, രണ്ടാളും കൂടെ കൊളാഡ് ചെയ്തിട്ട് എന്താണ്, രണ്ടാളും കൂടെ ഒരുമിച്ചല്ലേ പോകുന്നുണ്ടാവുന്നത്. അപ്പൊ രണ്ടാളുടെയും വെലോസിറ്റി ആഫ്റ്റർ കൊളിഷൻ എന്തായിട്ട് വരും? സെയിം ആയിട്ട് വരും. അപ്പൊ എന്താണ്, ഫൈനൽ വെലോസിറ്റി ഓഫ് ദി ഫസ്റ്റ് പേഴ്സൺ ഇസ് ഈക്വൽ ടു ദി ഫൈനൽ വെലോസിറ്റി ഓഫ് ദി സെക്കൻഡ് പേഴ്സൺ ഇസ് ഈക്വൽ ടു എന്തായിട്ട് എടുക്കാം? ക്യാപിറ്റൽ V ആയിട്ട് നമുക്ക് എടുക്കാം. കാര്യം എന്താണ്, രണ്ടുപേരും കൂടെ കൊളാഡ് ചെയ്തിട്ട് ഒരുമിച്ചായിരിക്കും പോകുന്നത്. അപ്പൊ രണ്ടുപേരുടെ വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി നമുക്ക് എന്താണ്, ഫൈനൽ ടോട്ടൽ മൊമെന്റം കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. എന്താണ്, മാസ് ഓഫ് ദി ഫസ്റ്റ് പേഴ്സൺ ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ഓഫ് ദി ഫസ്റ്റ് പേഴ്സൺ പ്ലസ് എന്താണ്, മാസ് ഓഫ് ദി സെക്കൻഡ് പേഴ്സൺ ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ഓഫ് ദി സെക്കൻഡ് പേഴ്സൺ. അപ്പൊ എന്താണ്, മാസ് 60 ഇൻറ്റു നമ്മൾ പറഞ്ഞു എന്താണ്, രണ്ടാളുടെ ഫൈനൽ വെലോസിറ്റി ഒരുമിച്ച് പോയത് കൊണ്ട് സെയിം ആയിരുന്നു, നമുക്ക് B ആയിട്ട് എടുക്കാം. പ്ലസ് എന്താണ്, മാസ് ഓഫ് ദി സെക്കൻഡ് പേഴ്സൺ എന്താണ്, 55 kg ആയിരുന്നു. ഇൻറ്റു എന്താണ്, V ആയിരിക്കും. ഇസ് ഈക്വൽ ടു എന്തായിട്ട് നമ്മൾ നേരത്തെ എടുത്ത പോലെ V ഇൻറ്റു 60 പ്ലസ് 55 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 115 V എന്ന് കിട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, ബിഫോർ കൊലിഷനും ആഫ്റ്റർ കൊലിഷനും നമ്മളുടെ ടോട്ടൽ മൊമെന്റം എന്തായിരിക്കും? ഈക്വൽ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ എന്താണ്, -30 ഇസ് ഈക്വൽ ടു എന്തായിട്ട് വരും? 115 വെലോസിറ്റി ആയിട്ട് വരും, അല്ലെ, V ആയിട്ട് വരും. അപ്പൊ എന്താണ് V എന്ന് പറയുന്നത്? -30/115 ആയിരിക്കും. ഇസ് ഈക്വൽ ടു എന്തായിട്ട് വരും? -0.26 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് വരും. അപ്പൊ എന്താണ്, -0.26. അപ്പൊ എന്താണ്, നെഗറ്റീവ് വെലോസിറ്റിയിലാണ് അവർ പോയത്. അപ്പൊ ഇവിടുത്തെ നെഗറ്റീവിന്റെ അർത്ഥം എന്താണ്? കാര്യം നമ്മള് രണ്ടാൾക്കാരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നത് കൊണ്ട് രണ്ടാമത്തെ ആളുടെ വെലോസിറ്റി എന്തായിട്ട് എടുത്തു? ഓപ്പോസിറ്റ് ഡയറക്ഷൻ കമ്പയർ ടു ദി ഫസ്റ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് വെലോസിറ്റി നമ്മൾ രണ്ടാമത്തെ ആളുടെ വെലോസിറ്റി എടുത്ത്. അപ്പൊ നമുക്ക് ഫൈനൽ വെലോസിറ്റി നെഗറ്റീവ് കിട്ടി. എന്റെ അർത്ഥം എന്താണ്, രണ്ടാമത്തെ ആളുടെ ഡയറക്ഷനിലോട്ടാണ് എന്ത് ചെയ്തത്? അയാൾ മൂവ് ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ ആൾ എന്താണ്, കൊലാഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എവിടെ നിന്നും എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുന്നത്? സെക്കൻഡ് പ്ലെയിന് ടോസിലോട്ടായിരിക്കും. എന്തായിരുന്നു, റൈറ്റിൽ നിന്നും എന്തായിരിക്കും, ലെഫ്റ്റിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാതെ ന്യൂമറിക്കൽസ് നിന്നും ചോദിക്കാനായിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നൊരു ഫോർമുല വെച്ച് ചോദിക്കും. അല്ലെങ്കിൽ എന്താണ്, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു V മൈനസ് U ബൈ T ആയതുകൊണ്ട് F ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു V മൈനസ് U ബൈ T എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാനുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നുണ്ടാവും? ചോദിക്കുന്നുണ്ടാവും. പിന്നെ എന്താണ്, ടോട്ടൽ മൊമെന്റം അല്ലെ, ഇനിഷ്യൽ ടോട്ടൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ദി ഫൈനൽ ടോട്ടൽ മൊമെന്റം. അതായത് എന്താണ്, m1u1 പ്ലസ് m2u2 ഇസ് ഈക്വൽ ടു m1v1 പ്ലസ് m2v2 എന്ന് പറയുന്ന ബിഫോർ കൊലിഷനും ആഫ്റ്റർ കൊലിഷനും അല്ലെ, ബിഫോർ ഫയറിംഗും ആഫ്റ്റർ ഫയറിംഗ് അല്ലെങ്കിൽ ഗേൾ പോയതുപോലെ എന്തായിരിക്കും അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ടോട്ടൽ മൊമെന്റം വെച്ചിട്ടുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് പ്രോബ്ലംസ്, ഇങ്ങനെ രണ്ട് രീതിയിലുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് പ്രോബ്ലംസ് മാത്രമേ ചോദിക്കുന്നുണ്ടാവുന്നത്. പിന്നെ എന്താണ്, ചില സമയത്ത് രണ്ടാളും കൂടെ ഒരുമിച്ച് പോവാണെങ്കിൽ എന്തായിരിക്കും, ഫൈനൽ മൊമെന്റം നമ്മളൊരു കോമൺ ആയിട്ടാണ് എടുക്കാനുള്ളത്. സോ ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവും. പിന്നെ എന്താണ്, നെഗറ്റീവ് സൈൻ എപ്പോഴും ഓർക്കണം, നെഗറ്റീവ് ആണെങ്കിൽ ഡയറക്ഷൻസും ചോദിക്കുന്നുണ്ടാവും. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിനകത്തും ചോദിക്കുന്നുണ്ടാവുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഈ ചാപ്റ്ററിൽ നിന്ന്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ പറയാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കൂടാതെ തന്നെ ഏതെങ്കിലും ടോപ്പിക്സിനെ പറ്റി വീഡിയോസ് വേണമെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. കൂടുതൽ ഇതുപോലത്തെ വീഡിയോസിന്റെ വേണ്ടി ആൽഫ ടൂട്ടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.